നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഫുട്ബോൾ എടുക്കാൻ പുഴയിൽ ചാടി യുവാവ് ഒഴുകിപ്പോയത് 1.5 കിലോമീറ്റർ. യുവാവ് ഒഴുക്കിൽപ്പെട്ടെന്ന് കരുതി 1 മണിക്കൂറോളം നഗരത്തെ ആശങ്കയിലാക്കി. ഹെൽത്തി കേരള ക്യാമ്പയിൻ മൂവാറ്റുപുഴയിൽ വാക്കത്തോൺ നടത്തി. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വാക്കത്തോൺ നടത്തിയത്. വികസന സെമിനാർ സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സെമിനാർ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ ബോധവത്കരണം. പൊതുഗതാഗത വാഹനങ്ങളിൽ ബോധവത്കരണ സ്റ്റിക്കറുകൾ പതിച്ചു. ബസ്സിലും ഓട്ടോയിലും ബോധവത്കരണ സ്റ്റിക്കർ പതിപ്പിച്ചു. ശമ്പള കമ്മീഷനെ നിയമിച്ച ഇടതു സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച പ്രകടനം. സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൗൺസിലും പ്രവർത്തകരും പങ്കെടുത്തു. മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, MVIP ഓഫീസ് എന്നിവിടങ്ങളിലാണ് പ്രകടനം നടത്തിയത്. വാർത്തകൾ വിശദമായി. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ വാക്കത്തോൺ നടത്തി. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിന്ന് വാക്കത്തോൺ നടത്തിയത്. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിന്റെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാക്കത്തോൺ നടത്തി. മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കത്തോൺ മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ നിന്നും ആരംഭിച്ച് PO ജംഗ്ഷൻ ചുറ്റി തിരികെ നഗരസഭാ കാര്യാലയത്തിൽ എത്തുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലുകളും അവിടുത്തെ സ്റ്റാഫും കൂടുതൽ ജനകീയമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല ആളുകളും ഇത് വേണ്ടവിധം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈറ്റ് വെൽ, ആക്ട് വെൽ, അതുപോലെ സ്ലീപ്പ് വെൽ, കെയർ വെൽ, ഈ 4 സിസ്റ്റത്തിലൂടെ 4 രീതിയിലൂടെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്ന പ്രഥമമായ ലക്ഷ്യമാണ് ഇത്തരം ക്യാമ്പയിനുകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവബോധം വളർത്തി ചിട്ടയായ ആരോഗ്യശീലങ്ങളിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം എന്ന ലക്ഷ്യത്തിലേക്ക് യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ചികിത്സാ രീതികളുടെ സമന്വയത്തോടെ രോഗമുക്തമായ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരുന്നതിനും അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുമായി ആയുഷ് വകുപ്പ് ആവിഷ്കരിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ്. ഭാരതീയ ചികിത്സാ വിഭാഗമായ ആയുർവേദത്തിന്റെയും ഹോമിയോപ്പതി ചികിത്സയുടെയും യോഗ, പ്രകൃതി ചികിത്സ തുടങ്ങിയ ആയുഷ് വിഭാഗങ്ങളുടെയും ഗുണഗണങ്ങളും രോഗചികിത്സയിലും രോഗപ്രതിരോധത്തിലും ആയുഷ് വിഭാഗങ്ങളുടെ പങ്കും പ്രസക്തിയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം. നഗരസഭയിലെ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിനു ആന്റണി, കൗൺസിലർമാരായ സജി ചാത്തങ്കണ്ടം, മനോജ് ജി, രജനി, പാളക്കം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി എൽദോസ്, വാർഡ് മെമ്പർ PM എൽദോ, ആലക്കുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർ ജോമി തെക്കൽ, ISM കൺവീനർ ഡോക്ടർ ഹിത A ഖാദർ, മൂവാറ്റുപുഴ സർക്കാർ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനി C കർത്ത, മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ ആയുർവേദ ഹോമിയോപ്പതി സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരും ജീവനക്കാരും ആയുഷ് വകുപ്പിന്റെ കീഴിലുള്ള യോഗ ക്ലബ്ബുകളിലെ അംഗങ്ങളും പങ്കെടുത്തു. ഫുട്ബോൾ എടുക്കാൻ പുഴയിൽ ചാടി യുവാവ് ഒഴുകിപ്പോയത് 1.5 കിലോമീറ്റർ. യുവാവ് ഒഴുക്കിൽപ്പെട്ടെന്ന് കരുതി 1 മണിക്കൂറോളം നഗരത്തെ ആശങ്കയിലാക്കി. ഒഴുകിയെത്തിയ ഫുട്ബോൾ എടുക്കാൻ മൂവാറ്റുപുഴയാറിൽ ചാടിയ യുവാവ് ഒഴുകിപ്പോയത് 1.5 കിലോമീറ്റർ. ആനിക്കാട് സ്വദേശി അർജുൻ സുനിലാണ് 1.5 മണിക്കൂറോളം നഗരത്തെ ആശങ്കയിലാഴ്ത്തിയത്. യുവാവ് ഒഴുകിപ്പോകുന്ന കണ്ട നാട്ടുകാർ ഉടനെ മൂവാറ്റുപുഴ അഗ്നിരക്ഷാ സേനയെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലെ ലതാപാലത്തിന് സമീപം അഗ്നിരക്ഷാ സേന സർവ്വസന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചു. യുവാവ് ഒഴുകി വരുന്ന കാണാൻ പാലത്തിൽ ജനങ്ങൾ തടിച്ചുകൂടി. ഒടുവിൽ പാലത്തിന്റെ തൂണുകളിൽ പിടിച്ചുനിന്ന അർജുൻ പിന്നീട് കരയിലേക്ക് നീന്തി കയറുകയായിരുന്നു. ശക്തമായ ഒഴുക്കിലും പന്ത് കൈവിടാതെയാണ് യുവാവ് കരയിലെത്തിയത്. അഗ്നിരക്ഷാ സേനയും പോലീസും ചേർന്ന് ഉടൻ തന്നെ യുവാവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഫയർ ആൻഡ് റെസ്ക്യൂ
ഓഫീസർമാരായ TP അനീഷ് കുമാർ, ജയൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരായ KM റിയാസ്, MS പ്രതീഷ്, R വിഷ്ണു, MK അർജുൻ, KC ഹരികൃഷ്ണൻ എന്നിവരാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന സെമിനാർ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സെമിനാർ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ സമഗ്ര വികസനം, അവരുടെ കോളനി, അവരുടെ ആവാസ കേന്ദ്രങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതിനാണ് ജില്ലാ പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒരു സംയുക്ത പദ്ധതി ഇത്തരത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് വലിയ തുക ഓരോ പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. പൂർണ്ണമായ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വീട് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പൂർത്തീകരിക്കുന്നതിന് തെരുവ് നായ്ക്കളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ കൂടി പ്രധാനമായും ആദ്യമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമായി കാണുക. അതിന്റെ ഇടപെടൽ ദീർഘമായി സംസാരിക്കുന്നില്ല. ബാക്കി വിഷയങ്ങളൊക്കെ തന്നെ എല്ലാ മേഖലകളിലും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള പദ്ധതി പ്രവർത്തനം ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് ബ്ലോക്കുകളും ജില്ലാ പഞ്ചായത്തുകളുമായി സംയുക്തമായി ചെയ്യാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അക്കാര്യം കൂടി ആലോചിക്കുന്നതിന് മീറ്റിംഗുകൾ നേരത്തെ ഉണ്ടായിരുന്ന സമീപനത്തിന് വ്യത്യസ്തമായി എല്ലാ പ്രസിഡന്റുമാരുടെയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും ജില്ലാ പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി പ്രതീക്ഷ PV പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ജോസ് T ജോൺ, ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു ജോസ് പുത്തൂർ, ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി K ജോസ്, കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ്, മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രാഹിം, പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് തുടങ്ങി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പങ്കെടുത്തു. കേരള വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭകത്വ വർഷം പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ പൊതുബോധവത്കരണ ശില്പശാല നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരള വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയും മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി. മൂവാറ്റുപുഴ നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക, അത് മാത്രം ഒരു പാഠമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സംരംഭകരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബിസിനസ്സിലേക്ക് പോകുന്ന ഒരാൾക്കും ബേസിക് ആയിട്ടുള്ള അറിവെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കട ഇടണമെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ബേസിക്കായിട്ട് എന്തൊക്കെ ഭരണാനുമതികൾ വേണം, എന്തൊക്കെ ഡോക്യുമെന്റേഷൻ വേണമെന്ന് നമ്മൾ കൃത്യമായി പഠിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. GST രജിസ്ട്രേഷൻ എന്താണ്, അതെങ്ങനെ എടുക്കാം, MSMEയുടെ രജിസ്ട്രേഷൻ എന്താണ്, ഉദയം രജിസ്ട്രേഷൻ എന്താണ്, അല്ലെങ്കിൽ മുനിസിപ്പൽ ലൈസൻസ് എടുക്കേണ്ട സാഹചര്യം എന്തൊക്കെയാണ്, മുനിസിപ്പൽ ലൈസൻസ് എടുക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്, ഒരു റെന്റൽ എഗ്രിമെന്റ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി അക്കൗണ്ട്സിലുള്ള വിവിധ കാര്യങ്ങൾ പോലും, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ കൃത്യമായി തയ്യാറാക്കേണ്ടത് തുടങ്ങി ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസംബികം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യവസായ വികസന ഓഫീസർ ഗോപിക V, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത P, കൗൺസിലർമാരായ മനോജ് G, മുഹമ്മദ് ചെറുകപ്പള്ളി, ജാസ്മിൻ ഉമ്മർ, മനു പോൾ, ഷീബ TE, ഷിതാറാണി തോമസ്, സജി TA, ഷേർലി പൗലോസ്, ജയ സുഗു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ KM രജിത എന്നിവർ പ്രസംഗിച്ചു. RSETA നെല്ലാട് പ്രതിനിധി ശ്രീജ NM RSETIയുടെ പ്രവർത്തനങ്ങളും പരിശീലന പരിപാടികളും വിശദീകരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ രേഷ്മ G, BDSP അഖിൽ P ജോർജ്, എറണാകുളം DRP രതീഷ് G എന്നിവർ സംരംഭകർക്ക് ലഭ്യമായ വിവിധ സർക്കാർ പദ്ധതികൾ, ധനസഹായങ്ങൾ, സബ്സിഡികൾ, ബിസിനസ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ, ബാങ്ക് വായ്പകൾ, മാർജിൻ മണി സഹായം, നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ വിശദമായ വിവരങ്ങൾ നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭ മാലിന്യ സംസ്കരണ ബോധവത്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുഗതാഗത വാഹനങ്ങളിൽ ബോധവത്കരണ സ്റ്റിക്കറുകൾ പതിച്ചു. ബസ്സിലും ഓട്ടോയിലും ബോധവത്കരണ സ്റ്റിക്കർ പതിപ്പിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു.
മൂവാറ്റുപുഴ നഗരസഭ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ സഹകരണത്തോടെ നഗരസഭയിലെ പൊതുഗതാഗത വാഹനങ്ങളിൽ പതിപ്പിക്കുവാനുള്ള ബോധവൽക്കരണ സ്റ്റിക്കറുകൾ നഗരസഭ വിതരണം ചെയ്തു. ബോധവൽക്കരണ സ്റ്റിക്കർ ബസ്സിലും ഓട്ടോയിലും പതിപ്പിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് നാളെയുടെയും കൂടി നഗരമാണ്, മലിനമാക്കാതെ ഇന്നെ സഹകരിക്കുക എന്ന നഗരസഭയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മാലിന്യമുക്ത മൂവാറ്റുപുഴ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും ഈ പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. KSWMP സഹകരിച്ച മൂവാറ്റുപുഴ നഗരസഭ ഇത് നാളെയുടെ കൂടി നഗരമാണ്, മലിനമാകാതെ സഹകരിക്കുക. ഇത് നല്ലൊരു സന്ദേശമാണ് നമ്മൾ വാഹനങ്ങളിലൂടെ പ്രചരിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ ഓട്ടോറിക്ഷയിൽ നമ്മൾ ഇത് ലേബൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബസ്സുകൾ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളിൽ ഇത് ലേബൽ ചെയ്യുന്നു. ഇത് എല്ലാ വ്യക്തികൾക്കും, ഡ്രൈവർമാർക്കും നമ്മളിത് നഗരസഭയിൽ നിന്ന് തന്നെ ഈ ഒരു സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. KSWMPയുടെ 35 കോടി രൂപയുടെ നഗരസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയുടെ അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്, പ്രോജക്റ്റ് അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്. ഈ 35 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂവാറ്റുപുഴ നഗരസഭയെ പൂർണ്ണമായും മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റി മറ്റ് നഗരസഭകൾക്ക് മാതൃകയാക്കുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യോഗത്തിൽ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ രജിത പി, പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ജിനു ആന്റണി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മഹിൻ, ജനപ്രതിനിധികളായ മനോജ് ബി, സജി ചാത്തങ്കണ്ടത്തിൽ, മനു പോൾ, ഷബീന TE, ഷിതാറാണി തോമസ്, ബിസ്മി സാബിത്ത്, മുഹമ്മദ് ചെറുകപ്പള്ളി, ജാസ്മിൻ ഉമ്മർ, നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറി ഷീല S, ക്ലീൻ സിറ്റി മാനേജർ നൌഷാദ് A, നഗരസഭ ഉദ്യോഗസ്ഥർ, KSWMP ഉദ്യോഗസ്ഥർ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, വിവിധ ബസ് ഉടമ സംഘടനകൾ, ഓട്ടോ തൊഴിലാളി സംഘടനകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശമ്പള കമ്മീഷനെ നിയമിച്ച ഇടതു സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് പ്രകടനം നടത്തി സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൗൺസിലും. മൂവാറ്റുപുഴ നഗരസഭ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, MVIP ഓഫീസ് എന്നിവിടങ്ങളിലാണ് പ്രകടനം നടത്തിയത്. ശമ്പള കമ്മീഷനെ നിയമിച്ച ഇടതു സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മൂവാറ്റുപുഴ നഗരസഭ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, MVIP തുടങ്ങിയ ഓഫീസുകൾക്ക് മുൻപിലാണ് പ്രകടനം നടത്തിയത്. FSETO എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡാൽമിയ തങ്കപ്പൻ, കേരള NGO യൂണിയൻ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസ്മിൻ PA എന്നിവർ പ്രസംഗിച്ചു. ഈ സർക്കാർ തുടരണം, മൂന്നാമത് ഇടതുപക്ഷ സർക്കാർ വരണം. മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ വന്നാൽ എന്താ സംഭവിക്കുക? 13ാം ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാകും. 2029 ഇപ്പൊ 2024 ഈ ശമ്പള പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കാൻ പോകുന്നത്. 2029 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുവാൻ മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ വരണം. 5 വർഷ തത്വം മുഴുവൻ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഇത് തട്ടിമറിക്കുവാനായിട്ട് UDF എത്രയോ തവണ അവർ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് 10 വർഷമാക്കണമെന്നുള്ളത്. 2014 വന്ന ശമ്പള പരിഷ്കരണത്തിൽ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ആളുടെ പേര് രാമേന്ദ്രൻ നായർ. ആ രാമേന്ദ്രൻ നായരെ സർക്കാർ ശുപാർശ ചെയ്ത സ്കെയില് ഒറ്റ വാചകത്തിലൂടെ എല്ലാ സ്കെയിലും കുറഞ്ഞത് 2000 രൂപ വെട്ടിക്കുറയ്ക്കുന്നത്. അങ്ങനെ വെട്ടിക്കുറവ് ഈ ശമ്പള പരിഷ്കരണം നീട്ടിക്കൊണ്ടുപോകാൻ DA പ്രഖ്യാപിക്കാതെ ആനുകൂല്യം മുഴുവൻ കവരുക, ഇതൊക്കെ തന്നെ UDFന്റെ നയമാണ്. ഇടതുപക്ഷ സർക്കാർ 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നു. DA കൃത്യമായിട്ട് പറഞ്ഞ വാക്കുപോലെ പാലിക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു. അങ്ങനെ ജീവനക്കാരെ മാത്രമല്ല സകലമാന മലയാളക്കരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പഴയ ആലുവ മൂന്നാർ രാജപാത പുനർഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് ജനകീയ മുന്നേറ്റ റാലിയും ധർണയും നടത്തി. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി KSRTC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് PWD ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പഴയ ആലുവ മൂന്നാർ രാജപാത PWD റോഡ് പുനർഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോതമംഗലം PWD സബ് സ്റ്റേഷൻ ഓഫീസിന് മുൻപിൽ കോതമംഗലം നഗരസഭാ കൗൺസിലിന്റെയും കീരമ്പാറ, കുട്ടമ്പുഴ, മാങ്കുളം പഞ്ചായത്തുകളുടെയും റോഡ് ആക്ഷൻ കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനകീയ മുന്നേറ്റ ധർണ നടത്തി. KSRTC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി PWD ഓഫീസിനു മുന്നിൽ സമാപിച്ചു. വഴിയുള്ള പഴയ ആലുവ മൂന്നാർ റോഡ് പുനർനിർമ്മാണം നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ജനകീയ പ്രതിഷേധ സമരത്തിലേക്കുള്ള ജനകീയ റാലി കോതമംഗലം PWD ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളും ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. കുട്ടമ്പുഴ, മാങ്കുളം ഗ്രാമപഞ്ചായത്തുകളും
തുടർന്ന് നടന്ന ജനകീയ മുന്നേറ്റ ധർണ കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണത്തിൽ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിനായി രാജാക്കന്മാരുടെ കാലത്ത് ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത ആലുവ മൂന്നാർ രാജപാത വനംവകുപ്പ് അടച്ചുപൂട്ടിയത് അന്യായമാണെന്ന് കോതമംഗലം രൂപതാ ബിഷപ്പ് പറഞ്ഞു. 1919 ഇത് ഡി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ ഫോറസ്റ്റിന്റെ അല്ല എന്നും ഇത് PWDയാണ് എന്ന് ഗവൺമെന്റ് വിജ്ഞാപനമുള്ളതാണ്. ട്രാവൻകൂർ ഗവൺമെന്റ് വിജ്ഞാപനമുള്ളതാണ്. അതുകൂടാതെ ഈ റോഡ് സ്റ്റേറ്റ് ഹൈവേ 16 എന്ന പേരിൽ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളതാണ് ട്രാവൻകൂർ ഗവൺമെന്റ്. 2009 കേരള ഗവൺമെന്റ് ഇത് മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്നുള്ള പദവി കൊടുത്ത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ റോഡിന്റെ അവകാശം റവന്യൂ വകുപ്പിന് PWDയാണ്. അത് അനധികൃതമായിട്ട് ഫോറസ്റ്റുകാര് കൈയടക്കിയിരിക്കുകയാണ്. ഇത് അനീതിയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങള്, ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ്. പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ റാലിയിലും ധർണയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. മൂവാറ്റുപുഴ ലൂർദ് മാതാ ഭവനാംഗമായ സിസ്റ്റർ ഗി 91 നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 2 വാഴപ്പിള്ളി ഈസ്റ്റ് ഫ്രാൻസിസ്കൻ ക്ലാര മഠം വക സെമിസ്റ്റേരിയിൽ നടത്തി. പരേത, നെയ്യശ്ശേരി, തൊടുപുഴ, ഏഴല്ലൂർ, പൈങ്ങോട്ടൂർ, കല്ലൂർക്കാട്, ജോസ്ഗിരി, തൊമ്മൻകുത്ത്, നിർമ്മല ജൂനിയർ, ഉടുമ്പന്നൂർ എന്നിവിടങ്ങളിൽ ദീർഘകാലം നഴ്സറി അധ്യാപികയായും സൺഡേ സ്കൂൾ അധ്യാപികയായും വെളിയൽച്ചാൽ, ഞായപ്പിള്ളി മഠങ്ങളിൽ സുപ്പീരിയറായും പള്ളിക്കാമുറി, വടാട്ടുപാറ, തെന്നത്തൂർ, തൊടുപുഴ സ്റ്റഡി ഹൗസ്, തെന്നത്തൂർ, വടാട്ടുപാറ എന്നീ മഠങ്ങളിൽ അസിസ്റ്റന്റ് സൂപ്പീരിയർ, സോഷ്യൽ വർക്കർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പരേത വണ്ടമറ്റം വാണിയ കിഴക്കൽ പരേതരായ ജോസഫ്, ഫിലോമിന ദമ്പതികളുടെ മകളാണ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.